നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ കൂട്ടുന്ന നമ്മുടെ കുറച്ച് സ്വഭാവ രീതികളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടിയാൽ നിങ്ങൾക്ക് ജീവിതത്തിലെ പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ മനസ്സിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് മാത്രമല്ല, ശരീരം വളരെ ഫ്രഷ് ആയിട്ടിരിക്കുകയും ആരോഗ്യകരമായിട്ടിരിക്കുകയും അതുപോലെ തന്നെ അസുഖങ്ങളിൽ നിന്ന് ഫ്രീ ആയിട്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടിക്കഴിഞ്ഞാൽ മാനസിക അസുഖങ്ങൾ മാത്രമല്ല, ശാരീരിക അസുഖങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഹീലിംഗ് കപ്പാസിറ്റി, ശരീരത്തിൻ്റെ ആ അസുഖത്തെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്നു എന്നുള്ളതാണ്. ആദ്യമേ തന്നെ നമ്മൾ എപ്പോഴും ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ വളരെ താങ്ക്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്, നന്ദി പറയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരോടായിട്ട് നമ്മൾ നന്ദി പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. താങ്ക്സ് നിങ്ങൾ ഓരോ ചെറിയ കാര്യത്തിനും പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ, വളരെ വലുതാണ്. അടുത്തതായിട്ടുള്ളത്, നമുക്ക് ഇപ്പം കിട്ടിയതിൽ നമ്മൾ തൃപ്തിപ്പെടുക അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്താണോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതിൽ നമ്മൾ തൃപ്തി അടയുക എന്നുള്ളത്. പക്ഷെ അതിന് മുകളിലേക്ക് ആഗ്രഹിക്കരുത് എന്ന് ഇതിന് അർത്ഥമില്ല. നമുക്കൊരു കാര്യം കിട്ടി, അതിന് മുകളിലേക്ക് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ ഇപ്പോൾ ഈ പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസമാകട്ടെ ആരോഗ്യമാകട്ടെ എന്തിലും നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും മനസ്സിനും ശരീരത്തിനും വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതാണ്. അതുപോലെ അടുത്തതായിട്ട് മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു നമ്മളാണോ നെഗറ്റിവിറ്റി കൊടുക്കുന്നതെങ്കിൽ ആ നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മൾ പോസിറ്റിവിറ്റി കൊടുക്കുന്നുണ്ട് അത് മാത്രം വേറൊരു ഭാഗത്തേക്ക് മാത്രം ചാർജ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഒഴുകിപ്പോവുക എന്നുള്ളതാണ്. അപ്പുറത്തെ ഭാഗത്തു നിന്ന് വരുന്ന പോസിറ്റിവിറ്റി ആണെങ്കിലും നെഗറ്റിവിറ്റി ആണെങ്കിലും ഇങ്ങോട്ടേക്ക് കേൾക്കാൻ തയ്യാറാകുക, വേണ്ടത് മാത്രം സ്വീകരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്, എളിമപ്പെടുക. അതായത് ഏത് സാഹചര്യത്തിലുള്ള ആൾക്കാരോടും ഏത് തലത്തിലുള്ള ആൾക്കാരോടും ഏത് വിദ്യാഭ്യാസ രീതിയിലുള്ള ആൾക്കാരോടും ഒരേപോലെ പെരുമാറാനും, ഇപ്പോൾ അവരാവശ്യപ്പെടുന്ന ഒരു സാധനം അല്ലെങ്കിൽ വളരെ സ്ഥാനമാനങ്ങളുള്ള ഒരാൾക്ക് നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നു, അതേ കാര്യം ഒരാൾ ആവശ്യപ്പെടാൻ നമ്മളതിന് അലംഭാവം കാണിക്കുന്നു. അത് പൈസയുടെ കാര്യം മാത്രമല്ല, ചിലപ്പോൾ ഹെൽപ്പ് ആവാം, ചിലപ്പം എന്തെങ്കിലും നമ്മുടെ ഒരു വാക്കുകളാകാം, എന്താണെങ്കിലും വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് എളിമയായിട്ടും എല്ലാവരെയും ഒരുപോലെ കണക്കാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.